ഗ്രൂപ്പ് ലേണിംഗിൻ്റെ പ്രധാന ഗുണം എന്ത്? സഹകരണം വളരുന്നു, മത്സരം കുറയുന്നു, ശിക്ഷ ലഭിക്കുന്നു, പഠനം നിൽക്കുന്നു. ഉത്തരം സഹകരണം വളരുന്നു. റെഡിനസ് ലാ പഠനവുമായി ബന്ധപ്പെട്ടത് ആര്? തോണ്ടെക്, സ്കിന്നർ, ബിനെ, ഫ്രോയിഡ്. ഉത്തരം തോണ്ടെക്. ലേണിംഗ് കർവ് എന്തിനെ സൂചിപ്പിക്കുന്നു? പഠന പുരോഗതി, ബുദ്ധി, ശിക്ഷ, ഓർമ്മ നഷ്ടം. ഉത്തരം പഠന പുരോഗതി. ഇൻ്റലിജൻസ് ഡിസ്ട്രിബ്യൂഷൻ സാധാരണ എങ്ങനെയാണ്? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, ഈക്വൽ, റാൻഡം, ഫിക്സഡ്. ശരിയുത്തരം നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ക്രിയേറ്റീവ് ചൈൽഡിൻ്റെ സവിശേഷത ഏതാണ്? പുതുമയുള്ള ചിന്ത, ഭയം, ശിക്ഷ, പേടി, അനുകരണം. ഉത്തരം പുതുമയുള്ള ചിന്ത. ക്ലാസ് റൂം ഡിസിപ്ലിൻ നിലനിർത്താൻ ഏറ്റവും നല്ല മാർഗം ഏത്? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, ശിക്ഷ, ഭീഷണി, അവഗണിക്കൽ. ഉത്തരം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. മെമ്മറി ഇംപ്രൂവ്മെൻറ്റിന് സഹായിക്കുന്നത് എന്ത്? ആവർത്തനം, ഉറക്കമില്ലായ്മ, ശിക്ഷ, ഭയം. ഉത്തരം ആവർത്തനം. കോൺസെപ്റ്റ് ടീച്ചിങ്ങിന് ഏറ്റവും നല്ല രീതി ഏത്? ഉദാഹരണങ്ങൾ ഉപയോഗിക്കൽ, ശിക്ഷ, വായന മാത്രം, കുറിപ്പെഴുത്ത് മാത്രം. ശരിയുത്തരം ഉദാഹരണങ്ങൾ ഉപയോഗിക്കൽ. മെൻ്റൽ സെറ്റ് എന്നത് എന്താണ്? മുൻ അനുഭവ സ്വാധീനം, ശിക്ഷ, ഓർമ്മ നഷ്ടം, ഭയം. ഉത്തരം മുൻ അനുഭവ സ്വാധീനം. ലേണിംഗ് എൻഫോഴ്സ്മെൻറ്റ് നല്ലത് എപ്പോഴാണ്? സൗഹൃദപരമായപ്പോൾ, ഭീഷണിയായപ്പോൾ, ശിക്ഷയുള്ളപ്പോൾ, ശബ്ദമുള്ളപ്പോൾ. ഉത്തരം സൗഹൃദപരമായപ്പോൾ. അറ്റൻഷൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് എന്താണ്? ആകർഷക പഠനം, ശിക്ഷ, ഭയം, ശബ്ദം. ഉത്തരം ആകർഷക പഠനം. മോട്ടിവേഷൻ എത്ര തരമാണ്? ഓപ്ഷൻസ് 2, 3, 4, 5. ഉത്തരം 2. ലേണിംഗ് ഏറ്റവും ഫലപ്രദമാകുന്നത് എപ്പോഴാണ്? താൽപ്പര്യമുള്ളപ്പോൾ, ശിക്ഷയിൽ, ഭയത്തിൽ, ഉറക്കത്തിൽ. ഉത്തരം താൽപ്പര്യമുള്ളപ്പോൾ. ഗ്രോത്ത് പ്രധാനമായും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശാരീരിക മാറ്റം, ബുദ്ധി, മനോഭാവം, മൂല്യങ്ങൾ. ഉത്തരം ശാരീരിക മാറ്റം. ഡെവലപ്മെൻറ്റ് ഉൾക്കൊള്ളുന്നത് എന്ത്? സമഗ്രമാറ്റം, ഉയരം, ഭാരം, വയസ്സ്. ഉത്തരം സമഗ്ര മാറ്റം. സോഷ്യലൈസേഷൻ പ്രധാനമായി എവിടെ ആരംഭിക്കുന്നു? കുടുംബം, സ്കൂൾ, സമൂഹം, മീഡിയ. ഉത്തരം കുടുംബം. ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണം എന്താകാം? മസ്തിഷ്ക പ്രവർത്തന വ്യത്യാസം, മടുപ്പ്, ശിക്ഷ, കളി. ഉത്തരം മസ്തിഷ്ക പ്രവർത്തന വ്യത്യാസം. ഹാബിറ്റ് ഫോർമേഷന് വേണ്ടത് എന്താണ്? പ്രാക്ടീസ്, ശിക്ഷ, ഭയം, ഉറക്കം. ഉത്തരം പ്രാക്ടീസ്. ഇൻ്റലിജൻസ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്താണ്? പാരമ്പര്യം, പരിസ്ഥിതി, ശിക്ഷ, ഭക്ഷണം മാത്രം, ഉയരം. ഉത്തരം പാരമ്പര്യം, പരിസ്ഥിതി. മെൻ്റൽ ഹൈജീൻ ഉദ്ദേശ്യം എന്താണ്? മാനസികാരോഗ്യം സംരക്ഷണം, ശിക്ഷ, പരീക്ഷ, കളി. ഉത്തരം മാനസികാരോഗ്യം സംരക്ഷണം.
ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നെഗറ്റീവ് ആകുന്നത് എപ്പോഴാണ്? പഴയ പഠനം പുതിയതിനെ തടയുമ്പോൾ, സഹായിക്കുമ്പോൾ, മറക്കുമ്പോൾ, ശിക്ഷയിൽ. ഉത്തരം പഴയ പഠനം പുതിയതിനെ തടയുമ്പോൾ. ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ ഉപയോഗം എന്ത്? ബുദ്ധി അളക്കൽ, ആരോഗ്യം, ശിക്ഷ, വിനോദം. ഉത്തരം ബുദ്ധി അളക്കൽ. ഫർഗറ്റിംഗ് പ്രധാന കാരണം എന്താണ്? ഉപയോഗക്കുറവ്, പഠനം, ആവർത്തനം, പ്രചോദനം. ഉത്തരം ഉപയോഗക്കുറവ്. ഡ്രിൽ വർക്ക് പ്രധാനമായും എന്തിനാണ്? കഴിവ് മെച്ചപ്പെടുത്താൻ, ശിക്ഷ, വിനോദം, ഉറക്കം. ഉത്തരം കഴിവ് മെച്ചപ്പെടുത്താൻ. ഇൻഡിവിജ്വൽ അറ്റൻഷൻ നൽകേണ്ടത് ആർക്കാണ്? പിന്നോക്ക വിദ്യാർത്ഥികൾക്ക്, മുന്നോക്കക്കാർക്കു മാത്രം, അധ്യാപകർക്ക്, മാതാപിതാക്കൾക്ക്. ഉത്തരം പിന്നോക്ക വിദ്യാർത്ഥികൾക്ക്. റീഇൻഫോഴ്സ്മെന്റ് ഷെഡ്യൂൾ പഠിച്ചത് ആര്? സ്കിന്നർ, പിയാഷെ, ഫ്രോയിഡ്, ബിനെ. ഉത്തരം സ്കിന്നർ. മെമ്മറി ട്രേസ് ശക്തമാകുന്നത് എപ്പോഴാണ്? ആവർത്തനം ഉണ്ടായാൽ, ശിക്ഷയിൽ, ഭയത്തിൽ, മറക്കുമ്പോൾ. ഉത്തരം ആവർത്തനം ഉണ്ടായാൽ. ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് വികസിപ്പിച്ചത് ആരാണ്? ടോറൻസ്, ബിനെ, ഗാർഡ്നർ, സ്പിയർമാൻ. ഉത്തരം ടോറൻസ്. ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? സമത്വം, ഭയം, കോപം, വിഷമം. ഉത്തരം സമത്വം. പേഴ്സണാലിറ്റി രൂപപ്പെടുന്നത് എന്തിലൂടെയാണ്? പാരമ്പര്യം, പരിസ്ഥിതി, ശിക്ഷ, ഉറക്കം, ഭക്ഷണം. ഉത്തരം പാരമ്പര്യം, പരിസ്ഥിതി. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ക്ലാസ് നിങ്ങൾക്ക് സഹായകമായെങ്കിൽ ഒരു ലൈക്ക് നൽകി പ്രോത്സാഹിപ്പിക്കുമല്ലോ. കൂടാതെ ഇനിയും കേട്ടറ്റ് ഫിലോസഫി ക്ലാസ്സുകൾക്കും കറണ്ട് അപ്ഡേറ്റ്സിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.